കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ആരംഭത്തിങ്ങൾ തന്നെ അവസാനം അറിയുന്ന, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാണെന്ന് അറിയിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇല്ലത്തിൻ്റെ ആരംഭത്തിങ്കൽ അതിൻ്റെ എൻ്റെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആർക്കും അതിൻ്റെ എൻ്റെ അറിയാൻ കഴിയാതിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാറ്റിൻ്റെ അവസാനം അറിയുന്ന ആ കർത്താവിൻ്റെ കരം അനുകൂലമായി വെളിപ്പെട്ടു വരാൻ നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പകലിലും ആ ദൈവസാന്നിധ്യം വ്യക്തമായി തിരിച്ചറിയാൻ, തിരുമഹത്വം വെളിപ്പെടുത്താൻ കർത്താവ് നമ്മെ എല്ലാം ഇടയാക്കേണ്ടതിനായി അവിടുത്തെ മുൻപാകെ സമർപ്പിക്കാം. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിരൂപണങ്ങളും ദൂരത്ത് നിന്നറിയുന്ന കർത്താവിൻ്റെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. അൽഫയും ഒമേഗയുമായവനെയാണ് നമ്മൾ സേവിക്കുന്നത്. കഷ്ടത്തിൻ്റെ അപ്പം, ഞെരുക്കത്തിൻ്റെ വെള്ളം തന്നാലും ഈ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കില്ല. വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക എന്നുള്ള ആ ശബ്ദം കേൾപ്പിച്ച് ഓരോ ദിവസവും നമ്മളെ ജയത്തോടെ നടത്തും എന്നുള്ളതിന് സംശയമില്ല. അവിടുത്തെ മുൻപാകെ ഇന്ന് പകലിലും കർത്താവെ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കർത്താവിനവൻ പ്രിയ മകനായിരിക്കും. നോക്കൂ, ലാസർ യേശുവിന് പ്രിയനായിരുന്നു. അവിടെ പറയുന്നത്, നിനക്ക് പ്രിയനായവൻ ദിനം പിടിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയനായവനെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവനേത് എൻഡിൽ പോയാലും ആൾക്കാരൊക്കെ ചോദിച്ചു കാണും, പ്രിയനായവൻ പോയില്ലേ, പ്രിയനായവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടില്ലേ? കർത്താവിന് പറയാനുള്ളത്, എനിക്ക് പ്രിയനാണോ, എൻ്റെ മഹത്വം ഞാൻ അവിടേക്കൊന്ന് വെളിപ്പെടുത്താൻ പോകുകയാണ്, അവനിലേക്കൊന്ന് വെളിപ്പെടുത്താൻ പോകുക. സഹോദരങ്ങളെ, കർത്താവിന് പ്രിയമുള്ളവരെ വിടുവിക്കുവാൻ ഇന്ന് പകലിലും അവിടുത്തെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ ആര് തയ്യാറുണ്ട്? ഞാൻ കർത്താവിന് പ്രിയനാണ്, പ്രിയയാണ്. അങ്ങനെയെങ്കിൽ അപ്പൻ്റെ ഇഷ്ടപുത്രനെ കർത്താവ് കൈവിടും? ഇറങ്ങി വരില്ലേ? കരുത്തിൽ പിടിക്കില്ലേ? കൂരിലാണെങ്കിലും അവിടെയും ആ പിതാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയത്തില്ലേ? നടക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഈ പിതാവ് ഇട്ടേച്ചു പോകുമോ? സഹോദരങ്ങളെ, നമ്മളെ ഭുജത്തിൽ വഹിക്കുന്ന ഒരു നല്ല ഇടയൻ, സ്തോത്രം, ആ കർത്താവിനെയാണ് നമ്മൾ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചതെന്ന് ഇന്ന് പകലിലും ഒന്ന് തിരിച്ചറിയാൻ നമുക്കിടയാവണം. അവിടുത്തെ പോലെ വലിയൊരു ദൈവമില്ല. വഴികളുടെ കുറവ് തീർക്കുന്ന, താൻ മാത്രം അത്ഭുതങ്ങൾ ചെയ്യുന്ന ഉന്നതനായ ഒരു ദൈവം, ജീവിപ്പിക്കുന്ന ഒരു ദൈവം. അബ്രഹാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കാൻ കഴിവുള്ള ദൈവത്തിൽ അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. സ്തോത്രം. അതാണ് വിശ്വാസത്തിൻ്റെ ആഴം. എല്ലാം ഡെഡാകുമ്പോഴും, സാഹചര്യങ്ങൾ എതിരായി നിന്ന് വാദിക്കുമ്പോഴും, ഇനി ഉണ്ടാവില്ലെന്ന് പറയുമ്പോഴും, ഉയരത്തിലേക്ക് നോക്കുമ്പോൾ വിളിച്ചു പറയുന്ന ഒരു പ്രസ്താവന ഇന്ന് പകലും നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ഇല്ലാത്തതിനെ ഉളവാക്കുന്ന, മരിച്ചുപോയി എന്ന് ചിന്തിക്കുന്ന ഞങ്ങളുടെ വിഷയങ്ങളെ ജീവൻ വെപ്പിക്കാൻ കഴിവുള്ള ഉന്നതനായൊരു ദൈവമുണ്ട്. അവൻ്റെ പേര് നസറേനായ യേശു. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 33-ാമത്തെ വാക്യം. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം
പറഞ്ഞു വന്നു. സ്തോത്രം. അപ്പോസ്തലന്മാർ സാക്ഷ്യം പറഞ്ഞു വന്നു എന്നല്ല, മഹാശക്തിയോടെ സാക്ഷ്യം പറയുമ്പോൾ തന്നെ അവരുടെ അകത്ത് വ്യാപരിക്കുന്ന മഹാശക്തി പ്രകടമായി വെളിപ്പെട്ടു വന്നു. യേശു അവരോട് പറഞ്ഞ പ്രസ്താവന അവർ ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധാത്മാവിനായി നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞ് അവരെ ഉദ്ബോധിപ്പിക്കുക. 1:6 നോക്കൂ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവൻ അവരോട്, കർത്താവേ, എപ്പോൾ ഇസ്രായേലിൻ്റെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുമെന്നുള്ള ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ സ്വർഗാരോഹണം ചെയ്തു. മേഘം അവനെ മൂടി. നമുക്കറിയാം, അവരുടെ കാഴ്ചയ്ക്ക് യേശു മറഞ്ഞു. ശ്രദ്ധിക്കണമേ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. അങ്ങനെ അവർ 120 പേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഇരുന്നിടം കുലുങ്ങി. എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. അഭിഷേകത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി. മഹാശക്തി അവരുടെ മേൽ വെളിപ്പെട്ടു വന്നു. അങ്ങനെ മഹാശക്തി വെളിപ്പെട്ടതിന് ശേഷം അവർ കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ ശക്തിയെപ്പറ്റി അവർ ആത്മാവിൽ പ്രഖ്യാപിക്കാൻ തുടങ്ങി. പിന്നീട് നമുക്കറിയാം, പത്രോസും യോഹന്നാനും ദേവാലയത്തേക്ക് പോകുമ്പോൾ ഗോപുരത്തിൻ്റെ വാതിക്കലിരിക്കുന്ന മനുഷ്യനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചത് ഈ മഹാശക്തിയുടെ ഒരടയാളമായിരുന്നു. ഇത് നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ എത്ര തകർന്നവനായാലും തളർന്നവനായാലും അങ്ങനെയുള്ളവനെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു മഹാശക്തിയുടെ വ്യാപാരമാണ് നമ്മുടെ അകത്ത് വന്നത്. നോക്കൂ, 40-ലേറെ വർഷമായവൻ തളർന്നു കിടക്കുകയായിരുന്നു, അല്ലേ? അവൻ്റെ കാലുകൾക്ക് സ്വാധീനമില്ലായിരുന്നു. എഴുന്നേൽക്കാൻ പറ്റില്ല, നേരെ നിൽക്കാൻ പറ്റില്ല. വർഷങ്ങൾ പൊഴിഞ്ഞു പോയെങ്കിലും ഇപ്പുറത്തെ അപ്പോസ്തലന്മാർ മാളിക മുറിയിൽ നിന്ന് പ്രാപിച്ച ആത്മശക്തിയുടെ വ്യാപാരം, അല്ലെങ്കിൽ മഹാശക്തിയുടെ വ്യാപാരം, പാരലൈസായി 40 വർഷമായി പിശാചൊതുക്കി എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയത്തിന് കൈകൊടുത്ത് എഴുന്നേൽപ്പിച്ചത് അവരുടെ സ്വന്തം ശക്തി കൊണ്ടല്ല. അതാണ് അവർ വ്യക്തമായി പറയുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം ശക്തിയല്ല, ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തി, അല്ലെങ്കിൽ ഈ മഹാശക്തി. സഹോദരങ്ങളെ, ഇന്ന് പകലും നമ്മുടെ അകത്തും ഈ ശക്തി വ്യാപരിക്കണം. നമ്മുടെ കുറിവാക്യം ശ്രദ്ധേയമാണ്. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. ഇവർ ശക്തിയോടെ സാക്ഷ്യം പറയുമ്പോൾ പുനരുത്ഥാനത്തിൻ്റെ പവർ വ്യാപരിക്കുകയാണ്. നോക്കൂ, എന്താണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി? റോമ ഗവൺമെൻറ് സീൽ ചെയ്തത്, വലിയ കല്ലെടുത്ത് വെച്ചത്, സെക്യൂരിറ്റിയെ വിന്യസിച്ചത്, ഒരിക്കലും ഇനിയും ഉയർപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഗവൺമെൻറ് സ്വാധീനം ചെലുത്തിയത്. പുനരുത്ഥാനത്തിൻ്റെ ശക്തി യേശുവിൻ്റെ അകത്തേക്ക് വന്നപ്പോൾ സകല മുദ്രകളെയും പൊട്ടിച്ച് കല്ലുകൾ എടുത്തു മാറ്റപ്പെട്ട കാവൽ നിര വിറച്ച് പുറകോട്ട് വീഴുന്നത് പോലെയായി. ഇതാണ് പുനരുത്ഥാനത്തിൻ്റെ പവർ. പിടിച്ചു വെക്കാൻ നോക്കുന്ന ഒരു ശക്തിക്കും പിടിച്ചു വെക്കാൻ പറ്റില്ല. ഈ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിച്ചാൽ ആരൊക്കെ സീൽ ചെയ്യാൻ നോക്കിയാലും, ബന്ധൗസാക്കാൻ നോക്കിയാലും, പുറത്തേക്ക് വിടത്തില്ലെന്ന് പറഞ്ഞ് ഒതുക്കാൻ നോക്കിയാലും, ഈ മഹാശക്തി പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ളവൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും സാധ്യമാകാതിരിക്കില്ല. നോക്കൂ, ഈ മഹാശക്തി ഇവരിലൂടെ വ്യാപരിക്കുകയാണ്. എവിടൊക്കെ അപ്പോസ്തലന്മാർ സഞ്ചരിച്ചോ
അവിടൊക്കെ മഹാശക്തി. നോക്കൂ, തബീത എന്ന് പറഞ്ഞ പെൺകുട്ടി, അവിടെ പേരിൻ്റെ അർത്ഥം തന്നെ പേടമാനാണ്. ഓടി നടന്നവൾ, പ്രവർത്തിച്ചവൾ, അടയാളമായി തീർന്നവൾ ഡെഡായി പോയില്ലേ? പക്ഷേ പത്രോസിൻ്റെ അകത്ത് വ്യാപരിച്ച മഹാശക്തി ഇപ്പുറത്ത് ആ പെൺകുട്ടി ഡെഡ് ബോഡിയായിപ്പോയി അല്ലേ? മൃതശരീരമാണ്. ആ മൃതശരീരത്തിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും കരഞ്ഞപ്പോഴും പത്രോസ് മുട്ടുകുത്തി. അഭിഷേകത്തിൻ്റെ ശക്തി തൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ തബീതയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുക. നോക്കൂ, അകത്തു ശക്തി വ്യാപരിച്ചാൽ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഈ പകലും എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് പിശാച് പറയുന്ന വിഷയങ്ങളെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയുമെന്ന് ആത്മാവിൽ ദൂത് വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. മഹാശക്തി പ്രിയരെ, നമ്മൾ പ്രാപിച്ചത് നോർമൽ ശക്തിയല്ല, പിശാചിൻ്റെ കോട്ടകളെ ഇടിക്കുന്ന മഹാശക്തി. അന്ധകാര മണ്ഡലങ്ങൾ പിടിച്ചു വച്ചതിനെ പൊട്ടിച്ചെറിയുന്ന മഹാശക്തി, അടച്ചുവെച്ച വാതിലുകളെ തുറക്കുന്ന മഹാശക്തി. പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ ആ മഹാശക്തി കാരാഗ്രഹത്തിൻ്റെ അടിത്തറകളെ കുലുക്കിയെങ്കിൽ ഇന്ന് പകലും അത് സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ തൻ്റെ ജനം ഇന്ന് പകൽ ആത്മാവിൽ എഴുന്നേൽക്കുമ്പോൾ വിടുതലോടെ എഴുന്നേൽക്കും. ആ ശക്തി, പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിങ്ങളുടെ അകത്തുനിന്ന് വ്യാപരിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഉണ്ടാവണം. നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാവണം. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല, പിടിച്ചൊതുക്കാൻ പറ്റില്ല. അഭിഷേകമുള്ളതിനെ ബന്ധിക്കാനും പറ്റില്ല കേട്ടോ. സകല ബന്ധനം നിങ്ങളെ അറക്കുന്ന ഒരു പുനരുത്ഥാനത്തിൻ്റെ പവർ ഇന്ന് പകൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ ഇന്ന് പകൽ തിരിച്ചറിയുമെങ്കിൽ നോക്കൂ, എത്ര വർഷമായ കാരാഗ്രഹത്തിൻ്റെ ശക്തികൾ അവിടെ നിൽക്കുകയാണ്. പക്ഷേ അഭിഷേകമുള്ള ആത്മാവിൽ പ്രാർത്ഥിച്ച അടിസ്ഥാനങ്ങൾ കുലുങ്ങി. കാരാഗ്രഹം പറയുക, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അഭിഷേകമുള്ളവൻ എഴുന്നേൽപ്പോ. ഞങ്ങളുടെ അടിത്തറകൾ ഇളകുക. മനസ്സിലായോ? ഇന്ന് പകലും ചില അടിത്തറകളെ ഇളക്കുന്ന ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ പ്രാർത്ഥന റൂമിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. നിങ്ങൾ സംസാരിക്കുമ്പോൾ വെളിപ്പെട്ട് വരട്ടെ. നിങ്ങൾ കൈ കൊടുക്കുമ്പോൾ വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പുനരുത്ഥാനത്തിൻ്റെ ശക്തിയോടെ അവർ പ്രസംഗിച്ചെങ്കിൽ, അവർ സാക്ഷ്യം പറഞ്ഞെങ്കിൽ, ആ മഹാശക്തിയുടെ വ്യാപാരം വിശ്വസിക്കുന്ന ഞങ്ങളുടെ അകത്തു നിന്ന് വെളിപ്പെട്ട് വരട്ടെ. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലിപ്പം യേശുവിലും വ്യാപരിച്ച് ആ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് പകലും കർത്താവേ, ഡെഡായ ഞങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ആ മഹാശക്തി വ്യാപരിക്കട്ടെ. ബലഹീനതകളെ മാറ്റുന്ന, തളർച്ചകളെ മാറ്റുന്ന, തകർച്ചകളെ മാറ്റുന്ന, ആത്മാവിൽ ഞങ്ങളെ ശക്തരാക്കുന്ന ആ മഹാശക്തി ഇന്നും പകൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ, ഉദ്ധാരണം വെളിപ്പെട്ട് വരട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഈ മഹാശക്തിയോടെ കർത്താവിൻ്റെ വചനത്തെ നമുക്ക് പ്രസംഗിക്കാം. മഹാശക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ അടയാളങ്ങൾ ഉണ്ടാകാൻ പോകുക. ഈ മഹാശക്തിയുടെ പ്രഭാവത്തെ തകർത്ത് കളയാനോ അണകെട്ടി നിർത്താനോ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയെപ്പറ്റി അല്പമെങ്കിലും തിരിച്ചറിവുണ്ടെങ്കിൽ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ, ആത്മാവിൽ നടക്കൂ, അഭിഷേകത്താൽ നിറയൂ. വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ കാണും. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.